ഏലിയ, നീ നമ്മെ കണ്ടെത്തിയോ? അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ഇതാ, ഞാൻ നിനക്ക് നാശം വരുത്തും. നീ എന്നെ കോപാകുലനാക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ നിന്നെ ഞാൻ നിഗ്രഹിക്കും. എന്റെ ഭവനത്തിൽ നിന്നും മരിക്കുന്നവരെ നായ്ക്കളും പാവകളും ഭക്ഷിക്കും. ജസ്ബൽ, ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് നിന്നെ നായ്ക്കൾ തിന്നും. നിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കും. ചോര നീരാക്കി പൊന്നു വിളയിക്കുന്ന പാവപ്പെട്ടവന്റെ തേങ്ങലുകൾ ഇന്നും നിലവിളിയായി മുഴങ്ങുന്നത് നാം കേൾക്കുന്നില്ലേ? കപടതകൾക്കും മുഖംമൂടി അണിഞ്ഞ ഭരണചക്രത്തിനും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാ ജനങ്ങൾ കാത്തിരിക്കുന്നു. ബോധ്യങ്ങൾക്കൊപ്പം മുന്നേറാൻ പുത്തൻ തലമുറ ഇവിടെ ഉണരട്ടെ, ഉയർക്കട്ടെ, ഉജ്ജ്വലിക്കട്ടെ. നീതി ജലം പോലെയും സത്യം വറ്റാത്ത ഉറവ പോലെയും പ്രവർത്തിക്കട്ടെ. പിറന്ന മണ്ണിനു വേണ്ടി പ്രാണൻ കൊടുത്ത ധീരനായ നാബോത്ത് വിസ്മൃതിയിൽ ആഴാതിരിക്കട്ടെ. ഭൂപടത്തിൽ ചുവപ്പ് വരകളിട്ട് ഇനി ഇതെല്ലാം നമ്മുടേത് എന്ന് പറയുന്ന കിരാത നിയമത്തിനെതിരെ ഇതൊരു പോർവിളിയാകട്ടെ.